വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഏത് അറബി മാസത്തിലാണ്? ഉത്തരം ദുൽഹജ്ജ് മാസത്തിൽ. പെരുന്നാൾ നമസ്കാരത്തിൽ എത്ര റക്അത്തുകളുണ്ട്? ഉത്തരം 2 റക്അത്ത്. ഒന്നാം റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? ഉത്തരം 7 തക്ബീർ. രണ്ടാം റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? ഉത്തരം 5 തക്ബീർ. യൗമുൻ നഹർ എന്നറിയപ്പെടുന്ന ദിവസം ഏത്? ഉത്തരം ബലിപെരുന്നാൾ ദിവസം. ഒളൂഹത്ത് അറക്കുന്നതിൻ്റെ വിധിയെന്ത്? ഉത്തരം ശക്തിയായ സുന്നത്ത്. ഒളൂഹത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്ന്? ഉത്തരം ഹിജറ 2. ബക്രീദിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ഈദുൽ അദ്ഹ. ചെറിയ പെരുന്നാൾ ഏതു മാസത്തിലാണ് ആഘോഷിക്കുന്നത്? ഉത്തരം ശവ്വാൽ മാസത്തിൽ. ഈദുൽ അദ്ഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം ബലിപെരുന്നാൾ. ഇസ്ലാമിൽ ആദ്യമായി ഹജ്ജ് നിർവഹിച്ചത് ആര്? ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരുടെ സ്മരണക്കായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്? ഉത്തരം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം തൽബിയത്ത്. ഹാജിമാർ മിനയിൽ ബലികർമ്മം നടത്തുന്നത് എന്നാണ്? ഉത്തരം ദുൽഹജ്ജ് 10. ഹജ്ജിന് പോകാത്തവർ ബലികർമ്മം നടത്തേണ്ടത് എപ്പോഴാണ്? ഉത്തരം ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം. ഇഹ്റാമിൽ തുന്നിയ വസ്ത്രം പാടില്ലാത്തത് ആർക്കാണ്? ഉത്തരം പുരുഷന്മാർക്ക്. ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം ഏത്? ഉത്തരം ഇഹ്റാം. ഹജ്ജിനും ഉംറയ്ക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്യുന്നതിനെ പറയുന്ന പേരെന്ത്? ഉത്തരം ഖിറാൻ. സായി ചെയ്യുന്നത് ഏതെല്ലാം മലകൾക്കിടയിലാണ്? ഉത്തരം സഫ മർവ മലയിൽ. പെരുന്നാൾ ദിവസം നമസ്കാരത്തിൻ്റെ വിധിയെന്ത്? ശക്തിയായ സുന്നത്ത്. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം ഏത്? സൂര്യൻ ഉദിച്ചതു മുതൽ ളുഹർ വരെ. അറഫ സംഗമം നടക്കുന്നത് എന്ന്? ഉത്തരം ദുൽഹജ്ജ് 9. കഅബയുടെ വാതിലുകളുടെ എണ്ണം? ഉത്തരം 1 വാതിൽ. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷങ്ങൾ ഏതെല്ലാം? ഉത്തരം ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ.